ഡിസംബർ 31 ഞായറാഴ്ച, തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ. ലൂക്ക 2:22 മുതൽ 40 വരെ വാക്യങ്ങൾ. ഒരു ദിവസം വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു യുവാവിനോട് ഗുരു പറഞ്ഞു, ഒരു വിശുദ്ധനെ വിവാഹം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്തുകൊണ്ട്? വിദ്യാർത്ഥി ചോദിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് ഗുരു പറഞ്ഞു, കാരണം അവളെ രക്തസാക്ഷിയാക്കാനുള്ള ഏറ്റവും ഉറപ്പുള്ള മാർഗം അതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ക്രിസ്മസിൻ്റെ 8-ാം ദിവസമായ ഇന്ന് നമ്മൾ യേശുവിൻ്റെയും മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും തിരുക്കുടുംബത്തെ ആദരിക്കുന്നു. അവരെ ആദരിക്കുന്നത് വഴി ചെറുതും വലുതുമായ എല്ലാ കുടുംബങ്ങളെയും നമ്മൾ ബഹുമാനിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും ബഹുമാനിക്കുന്നത് വഴി നമ്മൾ ദൈവത്തിൻ്റെ കുടുംബമായ തിരുസഭയെ ബഹുമാനിക്കുന്നു. എന്നാൽ പ്രത്യേകിച്ച് നസ്രത്തിലെ തിരുക്കുടുംബത്തെ, ആ കുടുംബത്തിലെ ദൈനംദിന ജീവിതത്തിലേക്ക് നമുക്ക് ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ഭവനത്തിൽ ഓരോ ദിവസവും ജീവിക്കുന്നത് എങ്ങനെയായിരിക്കും? യേശുവിനെ പോലെ ഒരു മകനും മറിയത്തെ പോലെ ഒരു ഭാര്യയും അമ്മയും ജോസഫിനെ പോലെ ഒരു പിതാവും ഭർത്താവും ഉള്ള ഇടം എങ്ങനെയായിരിക്കും? തീർച്ചയായും അവരുടെ ഭവനം ഒരു വിശുദ്ധ സ്ഥലവും യഥാർത്ഥ സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വാസസ്ഥലവും ആയിരിക്കുമെന്ന് വളരെ വ്യക്തമാണ്. യേശുവിൻ്റെയും മറിയത്തിൻ്റെയും ഔസേപ്പിൻ്റെയും കുടുംബം മറ്റേതൊരു ഭവനത്തെയും പോലെ തന്നെ ആയിരുന്നു. അവർ ഒരുമിച്ച് ബന്ധപ്പെടുകയും സംസാരിക്കുകയും ഉല്ലസിക്കുകയും വിയോജിക്കുകയും ജോലി ചെയ്യുകയും ഭക്ഷണം കഴിക്കുകയും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. തീർച്ചയായും യേശുവിൻ്റെ മറിയത്തിൻ്റെ സദ്ഗുണങ്ങൾ പൂർണ്ണമായിരുന്നു. വിശുദ്ധ ഔസേപ്പ് യഥാർത്ഥ നീതിയുടെ മനുഷ്യൻ ആയിരുന്നു. അതിനാൽ അവരുടെ വീടിൻ്റെ പ്രധാന സവിശേഷത സ്നേഹമായിരുന്നു. എന്നുവെച്ച് മിക്ക കുടുംബങ്ങളും അഭിമുഖീകരിക്കുന്ന ദൈനംദിന അധ്വാനത്തിൽ നിന്നും വേദനകളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും അവരുടെ കുടുംബം ഒഴിവാക്കപ്പെട്ടിരുന്നില്ല. ഉദാഹരണത്തിന്, പ്രിയപ്പെട്ടവരുടെ മരണം അവർ അഭിമുഖീകരിക്കേണ്ടിയിരുന്നു. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുമ്പ് തന്നെ വിശുദ്ധ ഔസേപ്പ് മിക്കവാറും അന്തരിച്ചിരിക്കണം. അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് തെറ്റിദ്ധാരണയും ഗോസിപ്പുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടാകും. എല്ലാ ദിനവുമുള്ള ജോലികളും നിറവേറ്റുകയും ഉപജീവന മാർഗം കണ്ടെത്തുകയും മേശപ്പുറത്ത് ഭക്ഷണം വയ്ക്കേണ്ടി വരികയും ഒക്കെ സാധാരണ കുടുംബങ്ങൾ പോലെ തന്നെ അവരും ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ഒത്തുചേരലുകളിൽ പങ്കെടുക്കുകയും ചെയ്യേണ്ടിയിരുന്നു. എല്ലാ വിധത്തിലും അവർ സാധാരണ കുടുംബജീവിതം നയിച്ചവരായിരിക്കണം. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. കാരണം കുടുംബജീവിതത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം ഇത് വെളിപ്പെടുത്തുന്നു. പിതാവായ ദൈവം തൻ്റെ ദിവ്യപുത്രനെ ഇത്തരത്തിലുള്ള ഒരു ജീവിതം നയിക്കാൻ അനുവദിച്ചു. അതിൻ്റെ ഫലമായി കുടുംബജീവിതത്തെ പരിശുദ്ധ ത്രിത്വത്തിനുള്ളിൽ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തി. ദൈവത്തിൻ്റെ ദൈവിക ജീവിതത്തിൽ പങ്കുചേരാനും
കൃപയോടും പുണ്യത്തോടും കൂടി സാധാരണ ദൈനംദിന ജീവിതത്തെ അഭിമുഖീകരിക്കാനും ഓരോ കുടുംബവും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് വിശുദ്ധ കുടുംബത്തിൻ്റെ തിരുനാൾ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. ചില കുടുംബങ്ങൾ പുണ്യത്തിൽ ശക്തരാണ്. ചിലത് അടിസ്ഥാന ആശയവിനിമയവുമായി പൊരുത്തപ്പെടുന്നില്ല. ചിലർ ദിവസവും വിശ്വസ്തരാണ്. മറ്റു ചിലർ തകർന്നവരും ആഴത്തിൽ മുറിവേറ്റവരുമാണ്. എന്തു തന്നെയായാലും നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ പ്രവേശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് അറിയുക. വിശുദ്ധ കുടുംബമായി ജീവിക്കാൻ നിങ്ങൾക്ക് വേണ്ട ശക്തിയും പുണ്യവും നൽകാൻ അവൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കർത്താവിന് സമർപ്പിച്ച് ഒരു വിശുദ്ധ കുടുംബമാകാൻ ത്രിയേക ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.